ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഒരുപാട് നാളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റ് വരികയും ചെയ്ത ഒരു കാര്യമാണ് കേന്ദ്രീയ വിദ്യാലയ സംഘടനയുടെ ടീച്ചിങ് വേക്കൻസി. കേന്ദ്രീയ വിദ്യാലയ സംഘടനും അതുപോലെ തന്നെ നവോദയ വിദ്യാലയ സമിതിയുടെയും KVSന്റെയും NVSന്റെയും വേക്കൻസി എപ്പോൾ വിളിക്കും എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, അതിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ഡേറ്റ് തന്നതാണ്. എനി ടൈം വിളിക്കണമെന്നാണ് സുപ്രീം കോർട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. ഏകദേശം വളരെ കുറച്ച് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ്സ് ആണ്. ഏകദേശം ഇതിലൊരു അതായത് ആ കേസ് വാദിക്കുന്ന നമ്മുടെ അശോക് അഗർവാൾജി അഡ്വക്കേറ്റ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 37 മിനിറ്റ്സിന് മുമ്പേ ട്വീറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ, ഇതിനു വേണ്ടി പഠിക്കാനായിട്ട് തയ്യാറാവുക. നിങ്ങളെ എപ്പോൾ വിളിക്കുമെന്ന് വെച്ചാൽ ഉടൻ തന്നെ വിളിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. KVS NVSും ഓക്കെ, പുതിയ പാറ്റേണും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി പേരിലേക്ക് ഈ വീഡിയോസ് എത്തും, അവരെല്ലാവരും അറിയും, പഠിക്കാനായിട്ട് തയ്യാറാവും, പഠിക്കാനായിട്ട് തയ്യാറാകണം. ഓക്കെ, അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ EMRS വിളിച്ചിരുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും അറിയാം, ഒരുവിധം എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് കരുതുന്നു. അപ്പൊ EMRSന്റെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്, October 23 ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നാളെ കാത്തിരിക്കരുത്, സൈറ്റൊക്കെ ബ്ലോക്ക് ആയിപ്പോവും. അപ്പൊ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതില് നിങ്ങൾക്ക് നോൺ ടീച്ചിങ്ങും ഉണ്ട്, നോൺ ടീച്ചിങ് പോസ്റ്റും ടീച്ചിങ് പോസ്റ്റും ഉണ്ട്. ടീച്ചിങ് പോസ്റ്റിലേക്ക് TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറും PGT വിളിച്ചിട്ടുണ്ട്. നോൺ ടീച്ചിങ്ങില് ഫീമെയിൽ വാർഡൻ, മെയിൽ വാർഡൻ, സ്റ്റാഫ് നഴ്സ്, അക്കൗണ്ടന്റ്, ലാബ് അറ്റൻഡന്റ് ഇതെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും അപ്ലൈ ചെയ്യാം. ഇനി TGT PGT അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം TGT അപ്ലൈ ചെയ്യാനായിട്ട് ഗേൾസിന് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, TGT 50 വയസ്സാകുമ്പോൾ TGTയുടെ ജനറൽ ഏജ് എന്ന് പറയുന്നത് 35 ആണ്. പ്ലസ് 10 45 വയസ്സ് വരെ ഗേൾസിന് അപ്ലൈ ചെയ്യാം. PGT ഗേൾസിന് 40 ആണ് ജനറൽ. ഗേൾസ് ആകുമ്പോഴത്തേക്ക് +10 10 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പം TGT അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് CTET 2 മതി. CTET 2ന്റെ ആവശ്യം TGT അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. PGT അപ്ലൈ ചെയ്യാൻ CTETോ KTETോ നെറ്റോ സെറ്റോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. 50% മാർക്ക്. ഇതുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വളരെയധികം പോസ്റ്റ് ഉണ്ട്. ഏകദേശം 7000 മുകളിൽ പോസ്റ്റ് വിളിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്. നാളെയാണ് കട്ട് ഓഫ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, KVSന്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നോക്കിയോ, അശോക് അഗർവാൾജി ഇവിടെ നമ്മൾക്ക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, though this matter relates to recruitment of permanent special educators in KVS, but I am sure that CBSE would issue advertisement shortly in regard to all teaching and non-teaching posts in KVS and NVS, including special educators posts in KVS. പുതിയ ഓർഡർ കോടതി വന്നിട്ടുണ്ട്. ആ ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അശോക് അഗർവാൾജി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ KVS വിളിക്കാനായിട്ട് CBSE നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ KVSും NVSും വിളിക്കും. അപ്പം ഇതിനൊക്കെ തയ്യാറായിരിക്കുക, പഠിക്കുവാൻ തയ്യാറാവുക. അപ്പം എപ്പോൾ വിളിക്കുക നോക്കിയിരിക്കേണ്ട. ഉടൻ തന്നെ ഏത് നിമിഷവും നിങ്ങൾക്ക് KVSും NVSും വിളിക്കാം. ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. മിക്കവാറും നമ്മുടെ EMRSന്റെ പാറ്റേൺ ടയർ 1 ടയർ 2 എന്നുള്ള ലെവലിലായിരിക്കും നമ്മുടെ KVS NVS ഒക്കെ വിളിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം, അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കാം എന്തായാലും. ഓക്കെ, അതുപോലെ തന്നെ കോച്ചിങ്ങിനൊക്കെ ചേരാൻ, അതായത് EMRSന്റെ കോച്ചിങ്ങിന് ചേരാനൊക്കെ താല്പര്യമുള്ളവർ EMRS, KVS, NVS, AES, D++B ഇത് 5 കൂടി ചേർത്തിട്ട് ഒറ്റ ബാച്ച് ആയിട്ട് നമ്മൾ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ വിളിച്ചോ ചോദിക്കാവുന്ന അഡ്മിഷൻ എടുക്കുവാനായിട്ട്. നമ്മുടെ ലൈവ് പ്ലസ്, അതായത് ജോലിയുള്ളവർക്കും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സുഖമായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും. കാരണം ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. അതായത് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലൈവ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് വെർഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ജോലിയുള്ളവർക്ക് ഒരു ഇഷ്യൂസും ഇല്ല.
ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ NCERT CBSE ബേസ്ഡ് നോട്ട്സ്, PYQ, പ്രാക്ടീസ് സെഷൻസ്, മോക്ക് ടെസ്റ്റ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഏകദേശം 50,000-ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, മോക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഉടൻ തന്നെ നമ്മുടെ KVS-ഉം NVS-ഉം ഉടൻ തന്നെ വിളിക്കും. അതുപോലെ ഇതിലൊക്കെയുള്ള നോൺ ടീച്ചിങ് പോസ്റ്റും KVS-ലും NVS-ലുള്ള നോൺ ടീച്ചിങ് പോസ്റ്റുകൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോസ്റ്റുകളും ഉടൻ തന്നെ വിളിക്കും എന്നാണ് ലാസ്റ്റ് എൻഡ് ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇത്ര കാര്യങ്ങളുള്ള ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട്. അപ്പൊ ഒരിക്കലും കൂടി പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി ലൈക്ക് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബ് തനിയെ ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാവരിലേക്കും എത്തും. ഈ EMRS അറിഞ്ഞിട്ടില്ലാത്തവർ, EMRSന്റെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസീസ് അറിഞ്ഞിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് നോൺ ടീച്ചിങ്, എന്താണ് ടീച്ചിങ്, ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ EMRS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, EMRS അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ KVS NVS വേണ്ടി പഠിക്കുവാൻ തുടങ്ങുകയും ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.